നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏരീസ് സോഡിയക് സൈന് 2025 എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ മന്തും എങ്ങനെ ഉണ്ടാവും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, നോക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടീലി ഫോർച്യൂൺ കാർഡ്സ് ആണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജാനുവരി മന്ത് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഏരീസ് സോഡിയക് സൈന് ജാനുവരി മന്ത് എങ്ങനെ ഉണ്ടാവും? ജാനുവരി മന്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡോഗ്സ് ആണ്. ഇതാണ് നിങ്ങളുടെ ജാനുവരി മന്ത് കാർഡ് ഏരീസുകാരുടെ. ഗെറ്റിംഗ് ടുഗെദർ വിത്ത് ഫ്രണ്ട്സ്, അതായത് ജാനുവരി മന്തിൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറേ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഗെറ്റ് ടുഗെദർ പോകാനും കുറേ ട്രിപ്സൊക്കെ പോകാനും അതുപോലെ കുറേ ഗ്യാതറിങ്സിൽ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അതാണ് ജാനുവരി മന്തിൽ എനിക്ക് മെയിനായിട്ട് ഏരീസുകാർക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഫെബ്രുവരി മന്ത് നോക്കാം. ഫെബ്രുവരി മന്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സൺറൈസ് ആണ്. അതായത് പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ്, പുതിയ വെഞ്ചേഴ്സ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഇതെല്ലാം ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാവാനുള്ള സാധ്യത, നിങ്ങളിപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡിലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതുപോലെ തന്നെ സണ്ണാണ് മെയിൻ കാർഡ്. നമ്മൾ കാരോ കാർഡ് പറയുമ്പോൾ സൺ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള എനർജിയാണ്. അപ്പം നിങ്ങൾ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കാണാനുള്ള സാധ്യതയാണ് ഫെബ്രുവരി മന്തിൽ കാണിക്കുന്നത്. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ എൻട്രപ്രണർഷിപ്പ് അങ്ങനെയുള്ളവർക്ക് പുതിയ സ്റ്റാർട്ടിങ് തുടങ്ങാനോ, പിന്നെ എന്തെങ്കിലും സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു തുടക്കം ഫെബ്രുവരി മാസത്തിലുണ്ടാവും. ഇനി മാർച്ച് മാസത്തിലെ ഏരീസുകാരുടെ എനർജി എന്ന് നോക്കാം. നമ്മൾ ടീ ലീഫ് ഡെക്കിലുള്ള കാർഡാണ് ഉപയോഗിക്കുന്നത് മാർച്ച് മാസം ഏരീസുകാർക്ക്. മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഫിയർ, വറീസ് ആൻഡ് ടെൻസ് സിറ്റുവേഷനാണ് കാണിക്കുന്നത് മാർച്ചിൽ. അതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ. എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് അത് എടുക്കുക, ബാക്കിയുള്ളതെല്ലാം വിടുക. എല്ലാവർക്കും ഇത് റെസനേറ്റ് ചെയ്യണം നിർബന്ധമില്ല. മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഫിയർ, വറീസ് ആൻഡ് ടെൻസ് സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ ചെയ്യുന്നത്, കുറേ ടെൻഷൻ, ആൻസൈറ്റി, വറി ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത മാർച്ച് മാസത്തിൽ കാണിക്കുന്നുണ്ട്. ഇനി ഏപ്രിൽ മാസത്തിൽ നോക്കാം. ഏരീസുകാർക്ക് ഏപ്രിൽ മാസത്തിൽ വിഷ് ബോൺ ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു വിഷ് ഗ്രാൻഡ് ആവുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എ വിഷ് ഈസ് ഗ്രാൻഡഡ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം നടക്കാനുള്ളൊരു സാധ്യതയാണ് ഏപ്രിൽ മാസത്തിൽ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ ഈ ഇതിൽ കണ്ടോ കുറേ പൂക്കളുടെയൊക്കെ ഇതാണ് കാണിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ നല്ല പൂക്കളൊക്കെ ഉള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ വിഷുവൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ആ മാസത്തിൽ നിങ്ങൾക്ക് വിഷുവിനോടനുബന്ധിച്ച് നിങ്ങളുടെ വിഷ് ഗ്രാൻഡ് ചെയ്യാനുള്ള വിഷ് ബോൺ ആണ്, വിഷ് ഈസ് ഗ്രാൻഡഡ്. ആ വിഷ് ഗ്രാൻഡ് ആവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇനി മെയിൽ എന്തായിരിക്കും കാണിക്കുക? ഏരീസുകാർക്ക് മെയിൽ എന്തായിരിക്കും കാണിക്കുക? മെയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ജഗ് എന്നുള്ളൊരു കാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ലൈറ്റ് ഹേർട്ടഡ് കെയർ ഫ്രീ ടൈം. മെയിൽ നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ്, ഒരു വെക്കേഷൻ ടൈമായിട്ട്, പിള്ളേർക്ക് വെക്കേഷൻ ആയിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് ഫ്രീ കെയർ ഫ്രീ ടൈമായിട്ടാണ്, അത് വെക്കേഷൻ ടൈമായിട്ടാണ്, നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു വെക്കേഷൻ ടൈമായിട്ടാണ് കാണിക്കുന്നത്. മെയ് മാസത്തിൽ നിങ്ങൾക്കൊരു വെക്കേഷൻ എടുക്കാൻ പറ്റിയൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ജൂണിൽ നോക്കാം. ജൂണിൽ നമ്മുടെ ഇവിടെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ജൂണിൽ എന്താണ് ഏരീസുകാർക്ക് പറയാൻ പറ്റുന്നത് നോക്കാം. ജൂണിൽ നിങ്ങൾക്ക് പീക്കോക്ക് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. പീക്കോക്ക് എന്ന് പറഞ്ഞാൽ മഴ വരുന്ന സമയം, നമുക്ക് അങ്ങനെ ഒരു കണക്ട് ചെയ്ത് പറയാം. ജൂണെന്ന് പറയുമ്പോൾ മഴയുടെ സമയമാണ്, ഇവിടെ മൺസൂൺ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ മഴയുടെ ഒരു ഇത് വരുന്ന പോലെ നിങ്ങളുടെ ലൈഫിലും കുറേ നല്ല കാര്യങ്ങൾ വരാനുള്ള സാധ്യതയാണ്. പീക്കോക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു വെൽത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ ബി അവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് എന്ന് പറയുന്നു. കാരണം നിങ്ങൾക്ക് കുറേ പൈസ കിട്ടുമ്പോൾ നിങ്ങളതിൽ അഹങ്കരിക്കാതിരിക്കണം എന്നുള്ളതും ഒരു വാർണിംഗ് സൈനായിട്ട് പറയുന്നുണ്ട് ജൂൺ മാസത്തിൽ ഏരീസുകാർക്ക്. ഇനി നമുക്ക് ജൂലൈ മാസത്തിൽ ഏരീസുകാരുടെ കാർഡ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഏരീസുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല.
ജൂലൈ മാസത്തിൽ ഏരീസുകാരുടെ കാർഡ് സ്കെയിൽസ് ആണ്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ബാലൻസിൽ വെക്കണം എന്നുള്ളതാണ്. നമ്മുടെ ടാരോയിൽ പറയുമ്പോൾ ടെമ്പറൻസ് കാർഡ് അതുപോലെ തന്നെ പറയും നമുക്ക് ബാലൻസിൽ വെക്കണം. എല്ലാ കാര്യത്തിനെയും ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലെല്ലാം നിങ്ങളുടെ വിഷ് ഗ്രാൻഡായി, നിങ്ങൾക്ക് കുറേ കെയർ ഫ്രീ ടൈം കിട്ടി, പിന്നെ നിങ്ങൾക്ക് കുറേ പൈസ കിട്ടി, അപ്പോൾ വെൽത്ത് ഉണ്ടായി. അപ്പോൾ പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങൾ ബാലൻസിൽ പോകേണ്ടതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാലൻസിൽ പോകേണ്ടതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നത്? ഏരീസുകാർക്ക് ഓഗസ്റ്റിൽ എന്താണ്? ഏരീസുകാർക്ക് ഓഗസ്റ്റിൽ ക്ലൈംബിംഗ് ടുവേർഡ്സ് സക്സസ്. വീണ്ടും നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്, ക്ലൈംബിംഗ് ടുവേർഡ്സ് സക്സസ്. ലാഡർ എന്ന കാർഡ്, അതായത് നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ഗോൾ എന്താണോ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഇതുവരെ കിട്ടിയ കാർഡിൽ ഒരു വലിയ ശതമാനം ഏരീസുകാർക്ക് വളരെയധികം നല്ല കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ആകെ മാർച്ചിൽ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ചൊരു ഫിയർ വറീസ് ഒരു 10 സിറ്റുവേഷനായിട്ട് കാണിക്കുന്നത്. ഓഗസ്റ്റിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ സക്സസിലേക്ക് പോകാൻ ലാഡർ ക്ലൈംബ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി സെപ്റ്റംബറിൽ എന്താണ് കാണിക്കുന്നത് ഏരീസുകാർക്ക്? സെപ്റ്റംബറിൽ എന്താണ് ഏരീസുകാർക്ക് കാണിക്കുന്നത്? സെപ്റ്റംബർ ഫോർ ഏരീസ്. സെപ്റ്റംബറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബുൾ കാർഡാണ്. ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഒപ്പോസിഷൻ, സോ സ്ട്രെങ്ത് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ്. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ പൈസ വരികയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങൾ അതുപോലെ തന്നെ സക്സസിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ കുറേ ആളുകൾ നിങ്ങൾക്ക് എതിരെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എതിർപ്പ് പറയുന്ന ആൾക്കാർ നിങ്ങളെ നല്ല രീതിയിൽ നേരിടുകയും അതിൽ വിഷമിച്ച് പുറന്തള്ളി പോകാതെ അതിനെ നല്ല രീതിയിൽ നേരിടണം എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഒക്ടോബർ മാസമാണ് നോക്കേണ്ടത്. ഏരീസുകാർക്കുള്ള ഒക്ടോബർ മാസത്തിലെ കാർഡ് എന്താണ്? ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് യൂണിക്കോൺ എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. യൂണിക്കോൺ എന്ന് വെച്ചാൽ നമ്മുടെ യൂണിക്കോണിൽ നമ്മുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ ബെനിഫിഷ്യലായുള്ള ചേഞ്ചസ് എന്തൊക്കെ വരുത്തണം എന്നുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആ ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളുടെ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഒക്ടോബർ മാസത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ഏരീസുകാരുടെ മെസ്സേജ്. ഇനി നവംബർ മാസത്തിൽ നമുക്ക് എന്താണ് ഏരീസുകാരുടെ മെസ്സേജ്? 2025 നവംബറിലാണ്. 2025 നവംബറിൽ ഏരീസുകാരുടെ മെസ്സേജ് എന്താണ്? ക്വില്ലാണ്. അതായത് ഗെറ്റ് ബാക്ക് ടു ദ ബേസിക്സ്. ഗെറ്റ് ബാക്ക് ടു ദ ബേസിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ജോബ് ഫീൽഡിലാണെങ്കിൽ ആ ഫീൽഡിലുള്ള നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ വളരെ ടോപ്പ് പൊസിഷൻസിലെത്തി, പക്ഷെ നിങ്ങളുടെ ബേസിക്സ് ഇപ്പോഴും ശരിയായിട്ടില്ല. അതായത് ബേസിക്സ് നിങ്ങളുടെ ശരിയാവാതെയാണ് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ബേസിക്സിലേക്ക് നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ ബേസിക്സിനെല്ലാം സെറ്റ് ചെയ്തിട്ട്, ഇത് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ ബേസിക്സ് ഏറ്റവും അധികം നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അതൊരു കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന സക്സസ് ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബേസിക്സിലേക്ക് തിരിച്ചു പോയി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എവിടെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുകയാണ് നവംബർ മാസത്തിലെ മെസ്സേജ്. ഇനി ഏരീസുകാരുടെ ഡിസംബർ മാസത്തിലെ മെസ്സേജ് എന്താ നമുക്ക് നോക്കാം. ഏരീസുകാരുടെ ഡിസംബർ മാസത്തിലെ മെസ്സേജ് സിസേഴ്സ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഡിസംബർ മാസത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ചില മാസങ്ങൾ, അതായത് ഡിസംബറിലും മാർച്ചിലും മാത്രമാണ് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി ഓൾമോസ്റ്റ് മാസങ്ങളിലെല്ലാം വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പർട്ടിക്കുലർ ഫീൽഡിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നിങ്ങളുടെ കരിയർ ഫീൽഡാണ് ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്തത്. 5 ഫീൽഡ്സ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിയർ, വെൽത്ത്, സക്സസ്, മാരേജ്, ഹാപ്പിനെസ്, ലവ്. ഓക്കെ, 6 ഫീൽഡ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കരിയർ എങ്ങനെയായിരിക്കും നോക്കാം. കരിയറിന് വേണ്ടിയിട്ട് ഏരീസുകാർക്ക് ഞാൻ 2 കാർഡ് സെലക്ട് ചെയ്യുകയാണ്. ഒന്ന് ഡോൾഫിൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്ക് കരിയറിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് പിഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജുമായിട്ട് ജൂണിൽ പറഞ്ഞ മെസ്സേജുമായിട്ട് കരിയറിന് നല്ല റെസനേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ജൂണിൽ പറഞ്ഞിരുന്നു ബി അവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് എന്ന്. അതേ മെസ്സേജ് തന്നെയാണ് എനിക്ക് ഡോൾഫിനിൽ നിന്നും പിഗിൽ നിന്നും കിട്ടുന്നത്. കരിയറിന് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏരീസുകാർക്ക്. ഈ മൊത്തത്തിൽ 2025 നിങ്ങളുടെ കരിയർ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു
അവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ്, അതായത് നിങ്ങളുടെ പൈസ കുറേ കിട്ടുമ്പോൾ അതിൽ അഹങ്കരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് കരിയറിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇതെല്ലാം നല്ലതായിരിക്കും ഏരീസുകാർക്ക്. അടുത്ത് നിങ്ങളുടെ ലവ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഏരീസുകാരുടെ ലവ് ലൈഫ് എങ്ങനെയായിരിക്കും? ലവ് ലൈഫിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന കാർഡ് പാരറ്റ് ആണ്. someone will gossip about all your secrets. നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റി നിങ്ങളെന്തെങ്കിലും സീക്രറ്റ്സ് കീപ്പപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾ അതിനെപ്പറ്റി ഗോസിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ആളുകൾ നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റി, നിങ്ങളിപ്പോൾ സീക്രട്ടീവ് ഒരു അഫെയർ ആണെങ്കിൽ ആ അഫെയറിനെ പറ്റി ആളുകൾ ഗോസിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായി കാണിക്കുന്നുണ്ട്. ഏരീസുകാരുടെ 2025 ജനറൽ ആണ് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ മാരേജ് ലൈഫ് എങ്ങനെയായിരിക്കും? മാരീഡ് ലൈഫ് ഓഫ് ഏരീസ്. നിങ്ങളുടെ മാരീഡ് ലൈഫിൽ നിങ്ങൾക്ക് പുതിയ ഗുഡ് ന്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത. ഗുഡ് ന്യൂസ് മേ ബി ഇൻ എ വേ ഓഫ് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ കുറച്ചുകൂടി സ്റ്റേബിലിറ്റി ഉണ്ടാവുകയോ, നിങ്ങളുടെ റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയോ, റിലേഷൻഷിപ്സിലൊരു റീനെഗോഷിയേഷൻ ഉണ്ടാവുകയോ എന്തെങ്കിലും ഉണ്ടാവുകയോ സാധ്യതയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ മേ ബി ഒരു ഗുഡ് ന്യൂസ് ഇൻ ദ വേ ഓഫ് ഗിവിങ് ബർത്ത് ടു എ ചൈൽഡ്, അല്ലെങ്കിൽ ഒരു പുതിയ ഫാമിലി ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ മാരീഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ മാരേജിനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വെൽത്തിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. കരിയർ ആൻഡ് വെൽത്ത് ഒരു കാർഡ് കൂടി ഞാൻ എടുക്കുകയാണ്. ഇങ്ക് പോട്ടിൽ പ്രോബ്ലംസ് ടു ബി റിസോൾവ് ആണ് നമുക്ക് കാണിക്കുന്നത്. വെൽത്തിൻ്റെ കാര്യത്തിൽ ഓൾറെഡി നിങ്ങൾ ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ പ്രൈഡിന് അവെയർ ആയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ റിസോൾവ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ഇനി നിങ്ങളുടെ ഓവറോൾ ഹാപ്പിനെസ് എങ്ങനെയായിരിക്കും? ഒരു കാർഡാണ് നമ്മൾ ഓവറോൾ ഹാപ്പിനെസ്സിന് എടുക്കുന്നത്. ഏരീസുകാരുടെ ഓവറോൾ ഹാപ്പിനെസ്സിന് ഒരു കാർഡ് എടുക്കാം. ഓവറോൾ ഹാപ്പിനെസ്സിന് സോറോ ഓവർ എ ലോസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോറോ ഓവർ എ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി 2024 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർഷങ്ങളിലോ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രീഫ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാകും. അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഗ്രീഫ് വിട്ടുപോരാനായിട്ട് സാധിക്കാത്ത ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഹാപ്പിനെസ്സിൽ ഈവൻ ദോ നിങ്ങൾക്ക് കരിയർ സക്സസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറച്ചാണ് കാണിക്കുന്നത്. അതായത് ഗ്രീഫ് ഉണ്ടാവും എന്തായാലും. സോറോ ആണ്. സോറോ ഓവർ എ ലോസ്. നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങൾ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതിൽ ഒരു സോറോ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നു. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് കാർഡ് നിങ്ങളുടെ ഓവറോൾ സക്സസ് എങ്ങനെയായിരിക്കും നോക്കാം. ഓവറോൾ സക്സസ് ഫോർ ഏരീസ്. ഓവറോൾ സക്സസ്സിൽ ബോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് മണി ഓർ പ്രോപ്പർട്ടി ത്രൂ ആൻ ഇൻഹെറിറ്റൻസ്, വിന്നിങ് ഓർ വിൻഫോൾ. മണി വരാനുള്ള സാധ്യത ഈ വർഷം നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏരീസുകാർക്ക് മണി ആൻഡ് കരിയർ സക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഈ വർഷം. അപ്പോൾ സക്സസ്സിൽ മണി ഓർ കരിയർ സക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഏരീസുകാർക്ക്. അതുകൊണ്ട് തന്നെ ഈ വർഷം 2025 ഏരീസുകാർക്ക് നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ മന്ത്സ് നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണിക്കുന്നത്. എക്സ്പെക്ട് ഇൻ ഡിസംബർ ആൻഡ് മാർച്ച്. ബാക്കി എല്ലാ മാസങ്ങളും വളരെ നല്ലതായിട്ട് കാണിക്കുന്നു. ഹാപ്പിനെസ്സിൽ കുറച്ച് നിങ്ങൾക്ക് ഓൾറെഡി സക്സസ് ഒക്കെ ഉണ്ടെങ്കിലും ഹാപ്പിനെസ്സിൽ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞു പോയൊരു കാര്യത്തിൻ്റെ ഗ്രീഫ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുന്നതായിരിക്കാം. സോ ഓവറോൾ വളരെ നല്ലൊരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് റെസനേറ്റ് ചെയ്തുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി അടുത്ത സോഡിയാക് സൈൻ്റെ റീഡിംഗ് ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.